അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് വൈറ്റ് ഹൗസിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക യുദ്ധം നിർത്തണമെന്ന ഒരു ഇതിലേക്ക് വന്നു. കാര്യം അദ്ദേഹം യുദ്ധം തുടങ്ങിയതിൽ പോലും പരിതപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ട്രംപ്. അപ്പോൾ ശരിക്കും അത് വൈറ്റ് ഹൗസിൽ ചർച്ച നടന്നു, പക്ഷേ ഇറാൻ പിന്നെ അതിന് വഴങ്ങുന്നില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതിലെ സത്യസ്ഥിതി എന്താണ്? വൈറ്റ് ഹൗസിൽ അങ്ങനെ ഒരു ചർച്ച നടന്നു. 2 മണിക്കൂറോളമാണ് ആ ചർച്ച നീണ്ടു നിന്നത്. ആ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ട്രംപ് നടത്തിയ പ്രതികരണം ചേട്ടൻ പറഞ്ഞതുപോലെ ഈ യുദ്ധം എന്താ ഇപ്പോൾ തീരാൻ പോകുന്നു, ഞാൻ അതിന് വേണ്ടിയിട്ട് ഡിറ്റർമൈൻഡായിട്ട്, അതായത് ഞാൻ തീരുമാനം എടുത്ത് ഉറപ്പിച്ചിട്ടാണ് കയറുന്നത്. അതായത് യുദ്ധം നീണ്ടുപോയാൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുക ഇനി ട്രംപിനാണ്. എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. ഇറാൻ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് അവരെ വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ ഇതേ ചർച്ച പോയി. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇവർ തമ്മിൽ ഏകദേശം ഒരു ധാരണയായി. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പല കാര്യങ്ങളും ചർച്ചയിൽ വന്നു. പ്രത്യേകിച്ച് ഈ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം എന്ത് ചെയ്യണം, ഇറാൻ്റെ തടഞ്ഞുവെക്കപ്പെട്ട ആസ്തി കുറേ ബാങ്കുകളിൽ നിക്ഷേപങ്ങളായിട്ടുണ്ട്, പിന്നെ അവർക്കുള്ള ഉപരോധങ്ങൾ പിൻവലിക്കൽ, പിന്നെ ഹോർമൂസ് കടലിടുക്ക് റീഓപ്പൺ ചെയ്യുന്നത് സംബന്ധിച്ച് കുറേ ചർച്ചകൾ നടന്നു. ഇനി അത് സംബന്ധിച്ചുള്ളൊരു ഫൈനലൈസേഷൻ വന്നാൽ മതി എന്നാണ് നമ്മൾ പൊതുവിൽ ധരിച്ചു വെച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ചർച്ചയ്ക്ക് പോയപ്പോൾ വാർത്ത വന്നത് ഇതാ യുദ്ധം ഇപ്പോൾ തീരാൻ പോകുന്നു, ഇത് സന്തോഷകരമായിട്ട് രണ്ടുപേരും പിരിയും എന്നുള്ള വാർത്തകൾ വന്നത്. പക്ഷേ ആ ചർച്ചയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ട് പ്രകാരം ഒരു തരത്തിലുള്ള ധാരണയുമില്ലാതെ, എന്നാൽ 2 കൂട്ടരും ഏതെങ്കിലും തരത്തിലുള്ളൊരു 2 കൂട്ടരെന്ന് പറയാനൊക്കില്ല, ഇറാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു അപസ്വരം ഇല്ല, പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കടുത്ത ഭീഷണി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തൊട്ടു പിന്നാലെ ഒമാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഹോർമൂസിൽ മൈനുകൾ എന്ന് തോന്നിക്കുന്ന കുറേ സംഗതികൾ കടലിൽ കൂടി ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും പരിപാടി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു വാർത്തയും കൂടി വരുന്നത്, ഇറാൻ കുറച്ച് നടപടി കടുപ്പിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. ആ സമയത്ത് വെല്ലുവിളിയൊന്നും ഉയർത്തിയില്ലെങ്കിലും അവരിപ്പോൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ മേലുള്ള സർവാധികാരം ഞങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തുക, ആ നിയമപ്രകാരം അതിൻ്റെ അവകാശം ഞങ്ങൾക്കാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇറാൻ നീക്കം നടത്തുന്നതായിട്ടാണ് ഒടുവിൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കും. അല്ല, ഇറാൻ സ്വന്തം നിലയിൽ അവരുടെ സ്വന്തം നിലയിൽ നിയമം കൊണ്ടുവന്നിട്ട് അവർക്ക് പരമാധികാരം സ്വന്തം നിലയിൽ സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള, അത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നത് രണ്ടാമത്തെ കാര്യം. ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒമാൻ രാജ്യത്തിന് ഒരു ചാഞ്ചല്യം ഉണ്ടായിരുന്നു. ഒമാനും ഇറാനും കൂടി ഒത്തുകൊണ്ട് ഈ ഹോർമൂസ്, കാര്യം അപ്പുറത്തും ഇപ്പുറത്തും 2 രാജ്യങ്ങളാണല്ലോ, 2 രാജ്യങ്ങൾ കൂടി ഒത്തുകൊണ്ട് ഈ ടോള് പിരിക്കാനായിട്ടുള്ള നീക്കം നടത്തിയിരുന്നു. അപ്പോൾ ഒമാന് നല്ല കാര്യമാണ്, കുറച്ച് പൈസ കിട്ടുമല്ലോ. അപ്പോൾ അമേരിക്ക ഒമാൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി അത് പരിപാടിയും കൊണ്ടുപോയാൽ അതെ അവരുടെ ഒരു സഖ്യരാഷ്ട്രം കൂടിയാണ്. അപ്പോൾ ഒമാന് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്ത് നിങ്ങൾ ആക്രമിക്കപ്പെടും അങ്ങനെ നീങ്ങിയാൽ. അപ്പോൾ ഒമാൻ ഇപ്പോൾ സൈലൻ്റാണ്. എന്നിരുന്നാലും ഇപ്പോൾ അവിടെ ഒരു നിയമനിർമ്മാണം നടത്തി ഹോർമൂസിന് മേലുള്ള പരമാധികാരം ഞങ്ങൾക്കാണെന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഇറാൻ നോക്കുന്നത്. ഇനി എന്താണ് ആ ചർച്ചയിൽ നടന്നത് എന്നുള്ളത്, എന്താണ് ഈ അലസി പിരിഞ്ഞത്? അവിടെ ഈ പറയുന്നത് പോലെ അമേരിക്ക മുന്നോട്ട് വെച്ചത്, നിങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതാണ്ട് 440 കിലോ, 60% വരെ സമ്പുഷ്ടീകരിച്ച 440 കിലോ യുറേനിയം അത് നശിപ്പിക്കണം. ഇത് കൈമാറുന്നതിനാണ് ഇറാന് ബുദ്ധിമുട്ട്. അത് അമേരിക്കയ്ക്ക് കൊടുക്കണമെന്നുള്ളതാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇറാൻ അത് സമ്മതിക്കില്ല. ഞങ്ങൾ വേണമെങ്കിൽ റഷ്യക്ക് കൊടുക്കാം. ഇപ്പോൾ റഷ്യക്ക് കൊടുക്കുന്നത് ഇറാൻ സ്വന്തം കൈ വെക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അമേരിക്ക പറഞ്ഞു ആ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം നിങ്ങൾ നശിപ്പിക്കണം. അതിൽ ഇറാൻ സമ്മതമല്ല. ഒന്ന്. പിന്നെ ഇറാൻ ആവശ്യപ്പെട്ടത്, ഞങ്ങളുടെ കുറേ അസറ്റുകൾ നിങ്ങൾ മരവിപ്പിച്ച് വെച്ചിട്ടുണ്ട്, പല പല ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങളായിട്ട് ഏകദേശം 12 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അതുടനെ ഡീഫ്രീസ് ചെയ്യണം, അത് ഞങ്ങൾക്ക് ഉടനെ വിട്ടു തരണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ടു. ആ കാര്യത്തിൽ ധാരണയായിട്ടില്ല. അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത് അടിയന്തരമായി പിൻവലിക്കണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ആ കാര്യത്തിലും ധാരണയായില്ല. അപ്പോൾ നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വെടിനിർത്തൽ കഴിഞ്ഞ 1-ാം തീയതി മുതലാണ് നിലവിൽ വന്നത്. അത് 60 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ ഇത് ക്രമേണ ഒരു യുദ്ധവിരാമം ഉണ്ടാകും എന്നുള്ളതാണ്. ട്രംപ് നടത്തിയ പ്രസ്താവനയും രസകരമാണ്. ഈ ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്കൊക്കെ അവരവരുടെ രാജ്യത്തേക്ക് പോകാനുള്ളൊരു അവസരം ദാ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെന്താ കരുതേണ്ടത്? അവിടെ എല്ലാ പ്രശ്നവും തീർന്ന് കപ്പലുകൾ സുഖമായിട്ട് പോകും എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ഉറപ്പും ഒരു ഗ്യാരണ്ടിയും 2 കൂട്ടരും ഒന്നും അറിയാത്ത പോലെയാണ് ഈ മറുപടികൾ അല്ലേ പലതും. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്
ട്രംപിന് ഇതിപ്പോ ഈ മറ്റേ വാല് വെട്ടിൽ വീഴുക എന്നൊക്കെ കുരങ്ങന്മാരുടെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ട്രംപ്. ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഈ കമന്റുകൾ പറയുമ്പോൾ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഈ യുദ്ധം തുടർന്നാൽ ഇനി അമേരിക്കയ്ക്ക് നഷ്ടക്കച്ചവടമാണ്. മനസ്സിലായി. ഇറാനെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഉണ്ടായ ആൾനാശവും അവർക്ക് കുറെ സ്ഥലങ്ങൾ തകർക്കപ്പെട്ടതും മാറ്റി നിർത്തി അതെ, ഈ അവരുടെ ഇറാനുള്ള ഉപരോധങ്ങൾ പിൻവലിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവരുടെ അസറ്റുകൾ ഡീഫ്രീസ് ചെയ്യപ്പെട്ടാൽ ഹോർമൂസിന് മേൽ നാമമാത്രമായെങ്കിലും അവരുടെ അവകാശം അംഗീകരിച്ച് കിട്ടുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് അത് വൻ വിജയമാണ്. തീർച്ചയായിട്ടും ഇത്രയും അവർ തടഞ്ഞു വെക്കുമ്പോൾ ഇത് മാത്രം കിട്ടിയാലും അതെ, ഈ ഇത്രയും കാലം അവർക്കെതിരെ ഉണ്ടായ ഉപരോധങ്ങൾ മൂലം അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടമല്ല ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാണ്ടാവും. ഇതിലൂടെ വേണമെങ്കിൽ അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. വേണമെങ്കിൽ പേരിന് അമേരിക്കയ്ക്ക് നിങ്ങളാണ് ജയിച്ചത്, യുദ്ധത്തിൽ ജയിച്ചതെന്ന് അവകാശപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സമ്മർദ്ദ തന്ത്രം, ഈ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാമാണ് കാരണം എന്നുള്ളത് ഈ ലോകരാഷ്ട്രങ്ങൾ മുന്നേ വിളിച്ചു പറഞ്ഞിട്ട് അമേരിക്ക അതിലൊന്നും മറുപടി പറയുന്നില്ല. അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഈ ഇറാന്റെ ഈ ഉപാധികൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് നാണക്കേടാണ്. കാര്യം ഉപാധികൾ അത് പിന്നെ ഈ പേരിന് ഞങ്ങൾ യുദ്ധം ജയിച്ചു, ഞങ്ങൾ കുറേയൊക്കെ ബോംബിട്ടു, കുറേയൊക്കെ തകർത്തു എന്ന് പറയുന്നതിനപ്പുറം സാമ്പത്തിക നഷ്ടമുണ്ട്. ഈ എന്താ പറയുക, തന്ത്രപരമായ ജയം, ധാർമ്മികമായ ജയം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഇറാന് കൈവല്ലിരിക്കുകയാണ്. അത് ട്രംപിനെ സംബന്ധിച്ച് വലിയ മാനഹാനിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഹോം സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് എന്ന് പറയുന്ന കക്ഷി ഒരു ഭീഷണി സ്വരത്തിൽ ഇപ്പോൾ പറഞ്ഞേക്കാണ് ഇറാനോട്, ഒന്നുകിൽ നിങ്ങൾ ഈ കരാറിൽ ഒപ്പിടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ യുദ്ധസാമഗ്രികൾ നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കോണം എന്ന് ഒരു ഭീഷണിയും കൂടി ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രീതിയിൽ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അതിനി കണ്ടെത്തണം. അമേരിക്ക സൈനികമായിട്ട് അത് കണ്ടെത്താനായിട്ടൊരു നടപടിയൊക്കെ ആസൂത്രണം ചെയ്യുക, പക്ഷെ അത് പൂർണ്ണ വിജയമായിട്ടില്ല. ഇനി അത് ഇറാൻ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്, അതിപ്പോൾ ഇറാൻ തന്നെ വിചാരിച്ചാൽ അത് എടുത്തുകൊണ്ട് കൊണ്ടുപോകുള്ളൂ. ഏതായാലും ഈ യുദ്ധം തുടങ്ങിയത് കഴിഞ്ഞ ഫെബ്രുവരി 28 അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടാകാവുന്ന നാശവും നശിപ്പും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ വലിയ ഊർജ്ജ പ്രതിസന്ധി, സാമ്പത്തിക അരക്ഷിതാവസ്ഥയൊക്കെ നേരിടുന്നു. അപ്പോൾ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതൊരു വലിയ പ്രശ്നമായിട്ട് എല്ലാ രാജ്യങ്ങളുടെയും മുമ്പിലുണ്ട്. അപ്പോൾ അതിന് ഇത്തരം ചർച്ചകൾ സഹായകരമാകുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇനി എന്താണ് ഇതിൻ്റെ ഭാവി? കാര്യം രണ്ടു കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടലിൻ്റെ ഒരു ശബ്ദമല്ല കാണിക്കുന്നതെങ്കിലും ഒരു സന്ധിയില്ല എന്ന് തന്നെയാണ് പറയുന്നതിൻ്റെ സാരം. അപ്പോൾ ഇനി എന്താവും അവിടെ സംഭവിക്കുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ. കാര്യം ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഇതേപോലെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അടുത്ത പൊട്ടിക്കൽ നടക്കുക. ഈ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തൽ ഉള്ള സമയത്ത് തന്നെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഇനി ഈ ചർച്ച പാളിയ സ്ഥിതിക്ക് അടുത്ത മണിക്കൂറുകളിൽ ഇറാനിന്മേൽ വലിയ രീതിയിലുള്ള ആക്രമണം. കാര്യം ഇസ്രയേൽ എന്തിനും തയ്യാറായിട്ടോടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് മൂളിയാൽ മാത്രം മതി. ഇസ്രയേലിനെ സഹായിക്കാനാണല്ലോ അമേരിക്ക ഇറങ്ങി. അതെ, അപ്പോൾ ഇസ്രയേലിന് ഈ സമാധാന ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിലൊന്നും വലിയ താല്പര്യമില്ല. അവർ ട്രംപിനെ നിരന്തരം ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത സെക്കൻഡിൽ പണി തുടങ്ങാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ആദ്യം അടിക്കാൻ പോകുന്നത് ഇസ്രയേലിൻ്റെ ഭാഗത്തായിരിക്കും. കുറഞ്ഞ പക്ഷം അവർ മറ്റേ ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെയെങ്കിലും അത് അതിൽ കാര്യത്തിൽ ഇസ്രയേൽ ഇപ്പോഴും ഞങ്ങൾ പണി നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, അവർ തുടർന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഇറാനിൽ കയറിയുള്ള വീണ്ടും ഉള്ള പരിപാടി വരുന്ന മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം.